നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് വിദ്യുത് ആർന്നൽ. HCCMHS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി. കൊച്ചേട്ടൻ എഴുതിയ അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി 156 വർഷം മുമ്പ് 1969 ഗുജറാത്തിലെ പോർബന്തറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിജിയുടെ ഓർമ്മ. ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല, ലോകത്തെ എല്ലാ സമാധാനകാംക്ഷികളായ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ലോക മനസ്സിൽ ഹൃത്യത്തിൻ്റെയും സത്യത്തിൻ്റെയും അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധി എന്ന സമാധാന സന്ദേശമായി. കാലം കാണാൻ കൊതിച്ചുറങ്ങിയ സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുന്നിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായത്. ഹിന്ദുയിസവും ജൈനിസവും കൃത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും എല്ലാം ദേവസ്വരമായി. ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത്. മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ്. ഭാരതത്തിൻ്റെ ഭാവവും രാഗവും താളവും തൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും ഏറെ വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷഗണങ്ങളുണ്ടായി. സർദാർ വല്ലഭായ് പട്ടേൽ, ആചാര്യ വിനോബ ഭാവെ, മീരാ ബഹൻ, CF ആൻഡ്രൂസ്, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ തുടങ്ങിയവർ ഗാന്ധി സത്യൻ്റെ അധ്യാപകരായപ്പോൾ ഗാന്ധി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമായിരുന്നു. മുൻപ് ഇത് സേവന വാരമായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസ് നീക്കിയും പുല്ല് പറിച്ചും കല്ല് പൊറുക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത്. ഭാരതീയൻ്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ഛിദ്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ. അതിനായി നമ്മുടെ സ്കൂളും പരിസരവും ലഹരി വിരുദ്ധമാക്കണം. നമ്മളിലെ ദുഷിച്ച മൂല്യങ്ങളുടെയും ദുഷിച്ച സ്വഭാവങ്ങളുടെയും ജീർണിപ്പുകൾ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത് മാതാ കി ജയ്.